സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ നവംബർ 18-നാണ് മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചത്. ഇന്ന് 29ാമത്തെ ദിവസത്തെ സമാപന പരിപാടിയാണ്. എന്നാൽ 12ാമത്തെ ജില്ലയിലെ പരിപാടിയും ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഈ 12 ജില്ലകളിലും ഇവിടെ അടക്കം ഞങ്ങൾ ഒരേ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അനിതരസാധാരണമായ ഒരുമയും ഐക്യവും അതിൻ്റെ ഭാഗമായുള്ള ഒഴുക്കുമാണ്. ഈ നവകേരള സദസ്സിലേക്ക് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ ഒഴുക്കാണ് നടക്കുന്നത്. 10,000 ഓരോ വേദിയിലും പങ്കെടുക്കുകയാണ്. മറ്റൊരു പ്രത്യേകത കാണാനിടയായത് ഇവിടെ അടക്കം പല കേന്ദ്രങ്ങളിലും വന്നു ചേരുന്ന 10,000 സൗകര്യമായി ഇരിക്കാനുള്ള ഗ്രൗണ്ട് ഇല്ല എന്നതാണ്. ധാരാളം പേർ, 1000 ഗ്രൗണ്ടിന് പുറത്ത് കഴിയേണ്ടി വരുന്നു. ഇത് നമ്മുടെ നാടിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ്. ഒരുക്കുന്ന ഗ്രൗണ്ട് അവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ്. പക്ഷേ വരുന്ന ജനസഞ്ചയത്തെ അതിന് ഉൾക്കൊള്ളാനാകുന്നില്ല. അപ്പോൾ 1000 പുറത്താകുന്നു എന്ന അവസ്ഥയുണ്ട്. കുറച്ച് ഗ്രൗണ്ട് ചെറുതായാൽ ഈ വേദി ഗ്രൗണ്ടിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അത്രയല്ല, അതിൽ കൂടുതൽ ആളുകൾ പുറത്താണ്. ഇങ്ങനെയെല്ലാമുള്ള സാധാരണ ഇല്ലാത്ത കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രയാണം നടത്തുന്നത്. ഇത് നാടിൻ്റെ ഒരു വികാരപ്രകടനമാണ്. എൻ്റെ നാട് ഇവിടെ തകർന്നുകൂടാ. കാലാനുസൃതമായ പുരോഗതി നാടിന് ആർജിക്കാനാവണം. അതിനെ തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാനാവില്ല. ഈ വികാരത്തോടെയാണ് എല്ലാവരും വരുന്നത്. ഈ പരിപാടി ആർക്കും എതിരായ പരിപാടിയല്ല. ഈ പരിപാടി കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ അനുകൂലമായുള്ളതോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ എതിരായുള്ളതോ ആയ പരിപാടിയല്ല. നമുക്കൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നമ്മുടെ നാടിന് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് തടസ്സം കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്നുണ്ട്. ആ തടസ്സം ഒഴിവാക്കണം. ഇതാണ് ജനസമക്ഷം അവതരിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ ഈ പരിപാടിയുടെ സംഘാടനം എല്ലാവരും കൂടിയുള്ള ഒരു പരിപാടി എന്ന നിലക്കാണ്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ പരിപാടി വിജയിപ്പിക്കാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ MLA എന്ന നിലയിൽ മാത്യു ടി തോമസ് അധ്യക്ഷത വഹിക്കുന്നു. സംഘാടക സമിതിയുടെ പ്രധാന ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു.
എല്ലാ മണ്ഡലങ്ങളിലും ഇത് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇതിൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ UDF, നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല, ഞങ്ങൾ ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്തിനാണ് ബഹിഷ്കരിച്ചത്? നമുക്കറിയില്ല എന്ന് മാത്രമല്ല, ബഹിഷ്കരിച്ച ആളുടെ അനുയായികൾക്ക് തന്നെ കൃത്യമായി അറിയില്ല എന്ന് തുറന്ന അഭിപ്രായം പറയുകയാണ്. ഇവിടെ നാം നേരിടുന്ന പ്രശ്നം സാധാരണ നിലക്ക് ഒരു സംസ്ഥാനം നേരിടുന്ന പ്രശ്നമല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തന നില വെച്ചാൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല. നാം അത്ര നല്ല രീതിയിലാണ് സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. കേരളത്തിന് അതിൻ്റേതായ വളർച്ചയും ഉണ്ടായിരിക്കുന്നു എന്താണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ വളർന്നിരിക്കുകയാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. 2016 ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ നാട് 8% സാമ്പത്തിക വളർച്ച കൂടുതൽ നേടിയിരിക്കുകയാണ്. അത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വളർച്ചയാണ് എന്നതാണ് വസ്തുത. ഇവിടെ കേരളത്തിൻ്റെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഈ കാലയളവെടുത്താൽ 41% വർധനവ് ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം നേരത്തെ ഉണ്ടായിരുന്നത് 2016 ഉണ്ടായിരുന്നത് 5,60,000 കോടി രൂപയായിരുന്നു. അത് 10 ലക്ഷം കോടി രൂപ, 10,17,000 കോടി രൂപ. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം കോടിയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്താണ് കാണാൻ സാധിക്കുക. നമ്മുടെ ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായി. നേരത്തെ 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയാണ്. ഇതൊരു സാമ്പത്തിക സൂചകങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില വെച്ചാൽ നമ്മൾ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കേണ്ട കാര്യമില്ല. എന്നാൽ നാം കാണേണ്ടത് ഒരു നാടിൻ്റെ വരുമാനം, അത് ആ നാട് ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വിധത്തിലുള്ള വിഹിതങ്ങളുണ്ട്. അതോടൊപ്പം കടവും എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മെ ഞെരുക്കുന്നത്. നമ്മൾ ഫലപ്രദമായ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിയിട്ടും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് നമുക്കെതിരെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങളാണ് എന്നതാണ് നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ നല്ല തോതിൽ ഞെരുക്കുക, ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്ന് നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലാണ്. നികുതി വിഹിതത്തിൽ
നമുക്ക് കിട്ടേണ്ട തുകയിൽ വലിയ കുറവാണ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ വരുമാനത്തിൽ കുറയുന്നു. അതോടൊപ്പം തന്നെ റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് ലഭിക്കേണ്ട തുക വലിയ തോതിൽ കുറച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നിർവഹിക്കുന്ന പദ്ധതികൾ. ആ കണക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ സംസ്ഥാനം ചെലവിടുകയാണ്. മിക്ക പണവും ചെലവിട്ട് കഴിഞ്ഞതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ കുടിശ്ശിക ആക്കിയിരിക്കുകയാണ്. എത്രയാ കുടിശ്ശിക? 5632 കോടി രൂപ. മിക്കതും ചെലവിട്ട പണമാണ്. അപ്പോൾ ചെലവിട്ട പണം കിട്ടാതിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാതിരിക്കുകയാണ്. അത് കുടിശ്ശികയാക്കി ബോധപൂർവം സംസ്ഥാനത്തെ വിഷമിപ്പിക്കുകയാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് നമ്മെ വല്ലാതെ അലട്ടുന്നത്. ഇതിനു പുറമെയാണ് നമ്മുടെ കടമെടുപ്പിൻ്റെ പ്രശ്നം. കടമെടുപ്പ് എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് നാം എടുക്കുന്ന കടത്തെക്കുറിച്ച് കൃത്യമായ ഒരു നിയമനിർമ്മാണം തന്നെ നമ്മുടെ നിയമസഭ നടത്തിയത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇടപെടുകയാണ്. ആ ഇടപെടലിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് അവകാശം കേന്ദ്ര ഗവൺമെൻറ് അപഹരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവർ പരിധി നിശ്ചയിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, നമ്മുടെ നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള കൈകടത്തലുമാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു പോകുന്നത്. ഇതിൻ്റെ മറ്റൊരു ഘട്ടം, ഈ പറഞ്ഞ ഈ കുറച്ച തുക കേന്ദ്ര ഗവൺമെൻറ് പരിധി കുറക്കുന്നു. ആ കുറച്ച പരിധിയിലുള്ള കടം സംസ്ഥാനത്തിനെടുക്കാൻ കഴിയുന്നുമില്ല. അതിൽ വീണ്ടും കുറവ് വരുത്തുകയാണ്. അതിലാണ് കിഫ്ബിയുടെ പ്രശ്നം വരുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെയാണ് മാറ്റാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ ബജറ്റിൻ്റെ ശേഷി മാത്രം വെച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാനാകില്ല എന്ന് വന്നപ്പോഴാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഇതേവരെയുള്ള നിലയെടുത്താൽ 82,000-83,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റിൻ്റെ വർക്ക് അതിന് പുറമേയുമുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന വിവിധ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കായത്. നമ്മുടെ വിദ്യാലയങ്ങളുടെ മാറ്റം, നമ്മുടെ ആശുപത്രികളുടെ മാറ്റം, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ മാറ്റം. എന്തിന് നാഷണൽ ഹൈവേക്ക് 5,500 കോടിയിൽ പരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നപ്പോൾ അതിന് കിഫ്ബിയിൽ നിന്നാണ് പണമെടുത്തത്. നമ്മുടെ മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും 10,000 കോടി കിഫ്ബിയിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിവിധ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, വിവിധ നിർമ്മാണങ്ങൾ, വിവിധ പദ്ധതികൾ, ഇതെല്ലാം കിഫ്ബിയിലൂടെയാണ് നാം പണം കണ്ടെത്തിയത്. അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകേണ്ട എന്ന നിലപാടെടുക്കുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കിഫ്ബിയെ പോലുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അവർ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് നല്ലതുപോലെ കടമെടുക്കുന്നുണ്ട്. ആ കടം കേന്ദ്ര ഗവൺമെൻറ് പരിധിയിൽ വരുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് കടമായി കണക്കാക്കുന്നില്ല.
അവർക്ക് ഇഷ്ടം പോലെ കടമെടുക്കാം. അത് കേന്ദ്ര ഗവൺമെൻറ് കടമായി കണക്കാക്കില്ല. അത് ഞങ്ങൾക്കാകാം, നിങ്ങൾക്ക് പറ്റില്ല. ഇതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നില. ഒരു ന്യായീകരണവുമില്ലാത്ത നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക. കിഫ്ബി എടുക്കുന്ന കടം ഇതിൻ്റെ പരിധിയിൽപ്പെടുത്തും, സംസ്ഥാനത്തിൻ്റെ കടമായി കണക്കാക്കുമെന്നാണ് ഒരു ഭാഗം. വേറൊരു ഭാഗം, നേരത്തെ 600 രൂപയായിരുന്നല്ലോ ക്ഷേമ പെൻഷൻ. അത് പിന്നീട് നമ്മൾ വർദ്ധിപ്പിച്ചു. 1600 രൂപയുടെ തോതിലാണ് ഇപ്പോൾ കുറേ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ മാസവും കൃത്യമായി കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായി അത് കൃത്യമായി നിർവഹിക്കാൻ ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനിയിലൂടെ അത് കൃത്യമായി നിർവഹിച്ചു പോകും. കമ്പനിക്ക് പിന്നീട് പണം സർക്കാർ കൊടുക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, ഈ ക്ഷേമ പെൻഷൻ കമ്പനിയുടെ കടം സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കുമെന്ന്. അപ്പോൾ കൃത്യമായ ഉദ്ദേശമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തുന്ന വരുമാനം കുറയ്ക്കുക എന്നുള്ളത്. ഇത്തരം നടപടികളിലൂടെ കേരളത്തിൻ്റെ കയ്യിലെത്തേണ്ട പണം ഈ ഒരു 7 വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ വന്ന കുറവ് അതിഭീമമായതാണ്. 1,07,500 കോടിയിൽ പരം രൂപയുടെ കുറവ് നമ്മുടെ സംസ്ഥാനത്തിന് വന്നിരിക്കുകയാണ്. എങ്ങനെ താങ്ങും? ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ഇത്ര ഭീമമായ കുറവ് ഒരു സംസ്ഥാനത്തിന് ഏത് രീതിയിൽ പരിഹരിക്കാനാകും? അപ്പോൾ ഒരു ചെറിയ പ്രശ്നമല്ല നമ്മളിവിടെ നേരിടുന്നത്. ഇവിടെ നിർബന്ധമായും നമ്മുടെ സംസ്ഥാനം തകരണം എന്ന ചിന്തയാണ് ഇതിനിടയാക്കുന്നത്. എന്താ ഇതിന് കാരണം? കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന BJP, ആ BJPയുടെ ഒരു പ്രശ്നം കേരളം അവരെ സ്വീകരിക്കുന്നില്ല എന്നതാണ്. അതിന് കേരളത്തിൻ്റെ ചരിത്രപരമായ കാരണമുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. BJP ആകാവുന്നതെല്ലാം ശ്രമിച്ചു കേരളത്തിൽ സ്വീകാര്യത കിട്ടാൻ. പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിന് BJPയെ ഉൾക്കൊള്ളാനാകുന്നില്ല. അതിനുള്ള വിരോധം ഈ തരത്തിൽ തീർക്കാമോ? ആ വിരോധമാണ് നാടിനോടുള്ള വിരോധമായി മാറിയിരിക്കുന്നത്. നമ്മുടെ നാടിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു കേരള വിരുദ്ധ സമീപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ കേരള വിരുദ്ധ സമീപനം നമുക്ക് ഒറ്റക്കെട്ടായി നേരിടേണ്ട കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനമാണ് എന്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അത്യുന്നത കോടതിയാണല്ലോ, ആ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അത് സുപ്രീം കോടതി പരിശോധിച്ച് വരികയാണ്. ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് നാം കാണുന്നത്. ഭരണഘടനാ വിരുദ്ധമായ, നിയമവിരുദ്ധമായ, നിയമസഭയുടെ അധികാരം കവർന്നെടുക്കുന്ന നടപടി, അതിനെയാണ് നാം ചോദ്യം ചെയ്യുന്നത്. ഇതിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുക എന്താണ് വേണ്ടത്? പക്ഷേ അത്തരമൊരു സമീപനം UDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. UDFന് എന്താണ് യോജിച്ച് അണിനിരക്കുന്നതിന് പ്രയാസമെന്നത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. നമ്മുടെ ഈ നവകേരള സദസ്സുമായി അവർ സഹകരിച്ചില്ല, ബഹിഷ്കരിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം ഈ രീതിയിൽ ഉയർന്നു വന്ന് സുപ്രീം കോടതിയിൽ ഹർജിയെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി
സംസ്ഥാന സർക്കാർ എന്ന നിലക്ക് ഒരഭ്യർത്ഥന പരസ്യമായി നടത്തി. ഇവിടെ LDF, UDF എന്ന നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും തുടരും. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്നത് ഗൗരവമായ പ്രശ്നമാണ്. ഒരു 2023-24 കൊണ്ട് തീരേണ്ട പ്രശ്നമല്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെടുത്താൽ 2026 പരിഹരിക്കേണ്ട പ്രശ്നവുമല്ല. ഇതേ രീതിയാണ് തുടരുന്നതെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ തകർച്ചക്കിടയാക്കും. അപരിഹാര്യമായ തകർച്ച കേരളത്തിന് സംഭവിക്കും. അത് അനുവദിച്ചുകൂടാ. അത് നടക്കാതിരിക്കണമെങ്കിൽ നാം ഒന്നിച്ചു നിൽക്കണം. കേരളം ഒന്നിച്ചു നിൽക്കണം. സാങ്കേതികമായി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ യോജിപ്പില്ലാലോ എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കരുത്. ഇതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമല്ല വേണ്ടത്. കേരളത്തിൻ്റെ പ്രശ്നമാണെന്ന് കണ്ട്, കേരളത്തിൻ്റെ വികസനമാണെന്ന് കണ്ട്, കേരളത്തിൻ്റെ ഭാവിയുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാളത്തെ ഭാവിയുടെ പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകണം. ഇതാണ് ഞങ്ങൾ നടത്തിയ പൊതുവായ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന ഗൗരവമായി പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അഭ്യർത്ഥന അങ്ങ് പുറപ്പെടുവിക്കേണ്ട താമസം ഉടനെ പ്രതികരണം വന്നു. ആ പ്രതികരണം സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല. എന്താണിത്? എന്താണ് അങ്ങനെയൊരു സമീപനം? നമ്മുടെ നാടിൻ്റെ പ്രശ്നമല്ലേ ഇത്? നാട് തകരാൻ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഇങ്ങനെ തകർന്നാൽ എപ്പോൾ അത് പരിഹരിച്ചെടുക്കാൻ പറ്റും? എന്താണ് ഇവർക്ക് ഇത്തരം ഒരു സമീപനം വരുന്നത്? ഇത് നാടിനു വേണ്ടിയുള്ളൊരു സമീപനമായിട്ട് കാണാൻ പറ്റുമോ? ഒരാലോചനയും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഈ നിങ്ങളുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്താണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ കേരളത്തിലെ ഇപ്പോഴുള്ള സർക്കാർ എന്ത് തെറ്റ് ചെയ്തു? 2016 ശേഷം ഇതേവരെയുള്ള സർക്കാർ എന്ത് തെറ്റ് ചെയ്തു? അതിൻ്റെ കണക്കാണല്ലോ ഞാനിവിടെ പറഞ്ഞത്. ആ കണക്ക് സംസാരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണല്ലോ. നമ്മുടെ നാടിൻ്റെ ആഭ്യന്തര വരുമാനം കൂടിയതാണോ തെറ്റ്? നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം കൂടിയതാണോ തെറ്റ്? നമ്മുടെ നാടിൻ്റെ പ്രതിശീർഷ വരുമാനം നല്ല അഭിമാനിക്കത്തക്ക രീതിയിൽ വർദ്ധിച്ചതാണോ തെറ്റ്? ബാക്കി കണക്കുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. ആ മാറ്റങ്ങളെല്ലാം കാണുകപ്രതിയുള്ളതല്ലേ? എല്ലാവരും അംഗീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങളില്ലേ? എവിടെയാണ് തെറ്റ്? നാം തമ്മിൽ തർക്കിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ആ തർക്കം നമുക്ക് നടത്താലോ, ജനങ്ങളുടെ മുന്നിലെല്ലാം അവതരിപ്പിക്കാലോ. പക്ഷേ ഇത് ഭിന്നിച്ച് നിൽക്കേണ്ട ഘട്ടമല്ലല്ലോ. ഇതുപോലൊരു കാര്യത്തിലെങ്കിലും ഒന്നിച്ച് നിൽക്കാൻ കഴിയണ്ടേ? എന്തൊരു സമീപനമാണത്? ഇവിടെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സംസ്ഥാനത്ത് 20 പാർലമെൻറ്റ് അംഗങ്ങളാണ്. അതിൽ 18 പേര് UDFകാരാണ്. ആ 18 പേര് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെതായൊരു പ്രശ്നം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് അതിനവർക്ക് വിഷമം? കേരളീയരല്ലേ നിങ്ങളെ ജയിപ്പിച്ചത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് കിട്ടിയെന്നുള്ളത് ശരി തന്നെ. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയണ്ടേ? എന്തേ നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയാത്തത്? കേരളത്തോട് തുടർച്ചയായി കേന്ദ്രം കാണിച്ച അവഗണന ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ശബ്ദം ഉയർന്നോ? ഒരു ഘട്ടത്തിലും ഉയർന്നില്ല. എന്തേ? BJPയുടെ മനസ്സിൽ ചെറിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകാൻ കാരണം എന്തിനാണ് അങ്ങനെയൊരു നിർബന്ധം? BJP കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നു.
കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നാടിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു, അവഗണിക്കുന്നു, വിവേചനം കാണിക്കുന്നു. അത് തുറന്നു കാണിക്കണ്ടേ? നിങ്ങൾ 18 പേര് നിശബ്ദത പാലിച്ചപ്പോൾ കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ പാർലമെൻറ്റിൽ ഉയർന്നില്ലല്ലോ. ഈ കാര്യത്തിൽ മാത്രമാണോ? ഇതേവരെയുള്ള പാർലമെൻറ്റിലെല്ലാം കേരളത്തിൻ്റെതായ ശബ്ദം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉയരുമായിരുന്നു. കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രശ്നം, വർഗീയതയുടെ ഭീഷണി, രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന വിഷയങ്ങൾ, നിരവധി അതുപോലുള്ള പൊതുവിഷയങ്ങളിൽ കേരളത്തിൻ്റെ ശബ്ദം പ്രത്യേകം രാജ്യം ശ്രദ്ധിക്കുമായിരുന്നു. ഈ ടേം 2019 ശേഷമുള്ള ഈ 5 വർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? എന്തേ ഉയരാതിരിക്കാൻ കാരണം? 20-ൽ 18 നിശബ്ദം. അതാണ് കാരണം. ആ 18-ൽ ഏറിയ കൂറും കോൺഗ്രസിന് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയോ? ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടുണ്ടായിട്ടുണ്ടോ? നമ്മുടെ കൺമുന്നിലുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഏറ്റവും ഒടുവിലുള്ള കാര്യം മാത്രം പറഞ്ഞാൽ, നമ്മുടെ കമൽനാഥ് മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ. നരേന്ദ്രമോദി അയോധ്യയിൽ പൂജ നടത്തുമ്പോൾ കമൽനാഥിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ പൂജ നടത്തിയിട്ട്. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ദശ അപ്പോഴാണ് കമൽനാഥ് പ്രഖ്യാപിക്കുന്നത്, നിങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റും കൊണ്ട് പോകണ്ട. ബി ജെ പിക്കല്ല അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്കുള്ളതാണ്. എങ്ങനെയുണ്ട്? ബി ജെ പിയുടെ വഴിയിൽ നേരിടലാണല്ലോ. ബി ജെ പിയുടെ ആടയാഭരണങ്ങൾ എടുത്ത് അണിയലാണല്ലോ. ബി ജെ പിയുടെ രീതി സ്വീകരിക്കലാണല്ലോ. അത് യേശുവോ? കണ്ടില്ലേ ഛത്തീസ്ഗഡ് നല്ല രീതിയിൽ ജയിച്ചു വരുമെന്നല്ലേ കണക്കാക്കിയിരുന്നത്. അവിടുത്തെ ട്രൈബൽ വിഭാഗം ന്യൂനപക്ഷ വിഭാഗമാണ് എന്നുള്ളത് കൊണ്ട് മണിപ്പൂരിൽ അത്ര ഇല്ലെങ്കിലും അവിടെ ആക്രമണങ്ങൾ നടന്നല്ലോ. മതപരിവർത്തനം പറഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടന്നല്ലോ. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഫലപ്രദമായ നടപടിയെടുത്തോ? ബി ജെ പിയുടെ അതേ രീതിയല്ലേ സ്വീകരിച്ചത്? അതിലുള്ള അമർഷം നല്ല രീതിയിൽ പ്രകടമായില്ലേ? നേരത്തെ നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. കേരളത്തിൽ കാണുന്ന ഇതേ രീതിയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ, അഖിലേന്ത്യാ തലത്തിൽ. അവർക്ക് വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് താല്പര്യം. ആ സമരസപ്പെട്ടു പോകുന്ന നേതാക്കളുള്ള ആ പാർട്ടി ഇവിടുന്ന് പോയ 18 പേരും അതിൻ്റെ ഭാഗമായി നിശബ്ദത പാലിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല. ഇതാണ് വസ്തുത. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇവിടെ ബി ജെ പിയുടെ മനസ്സ് കേരള വിരുദ്ധം. എന്തിനാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും മനസ്സ് കേരള വിരുദ്ധമായി മാറുന്നത്? അതിൽ നിന്ന് വേറിട്ട് നിൽക്കണ്ടേ? ഞങ്ങൾ സർക്കാർ എന്ന നിലക്ക് 2 തവണ എംപിമാരോട് പൊതുവെ അഭ്യർത്ഥിച്ചു, കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് സംയുക്തമായി നിവേദനം കൊടുക്കണം. 2 തവണയും സമ്മതിച്ചു പോയെങ്കിലും പിന്നീട് മാറി. ഇപ്പോഴത്തെ ഘട്ടം ഒടുവിൽ UDF എംപിമാർ, കോൺഗ്രസ് എംപിമാർ പ്രത്യേകിച്ച് അവർ പറഞ്ഞത്, ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള കെടുകാര്യസ്ഥതയെക്കുറിച്ച് ആദ്യം പറയണം. എന്താ അതിൻ്റെ അർത്ഥം? കേരളത്തിലുണ്ടായ പ്രശ്നങ്ങൾ കേരള ഗവൺമെൻറ് വരുത്തിവെച്ചതാണ്, ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പങ്കും ഇല്ല എന്ന് അവരോട് കൂടി ഒപ്പം എഴുതി കൊടുക്കാമെന്ന്. എത്ര കണ്ടാണ് ബി ജെ പിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? ഏത് രീതിയിലാണ് ബി ജെ പിയുടെ മനസ്സുമായി ചേർന്ന് നിൽക്കുന്നത്? അതാണ് പറഞ്ഞത്,
BJPയുടെ കേരള വിരുദ്ധ മനസ്സ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നുവെന്ന്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങളുമായി യോജിച്ചൊന്നിനുമില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ബഹിഷ്കരിച്ചു, ഈ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചു. ജനങ്ങൾ നിങ്ങളുടെ ബഹിഷ്കരണം കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേക രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത്. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരുമാണ് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മാറുന്നത്. 10,000 ഓരോ സ്ഥലത്തും ഒഴുകിയെത്തുന്നു. ഇതേവരെയുള്ള ഈ 29 ദിവസം ഇന്ന് തീരുകയാണ്. ഈ അനുഭവം നോക്കിയാൽ ഈ സദസ്സിലെത്തുന്ന 10,000 ഒരു സന്ദേശം നാടിനാകെ നൽകുകയാണ്. പ്രത്യേകിച്ച് അടുത്ത സദസ്സുകളിൽ വരേണ്ടവർക്ക്, ഞങ്ങളിതാ വന്നിരിക്കുന്നു, നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം നമുക്ക് ഒറ്റക്കെട്ടായി അണിനിരന്ന് നേരിടേണ്ടതായിട്ടുണ്ട്, നിങ്ങളും അണിചേരുക. ഇതാണ് നാടിന് അവർ നൽകുന്ന സന്ദേശം. അതോടൊപ്പം സർക്കാരിന് കൃത്യമായ സന്ദേശം ഈ 10,000 നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നതാണ് ആ സന്ദേശം. ഞങ്ങൾക്കത് മതി, നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ആദരണീയനായ